വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ കാണുന്ന ജനനേന്ദ്രിയത്തിലെ ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആർത്തവ വിരാമത്തിന് ശേഷം ഒട്ടുമിക്ക സ്ത്രീകൾ അനുഭവപ്പെടുന്നതും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും എന്നാൽ അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്തതുമായ ഒരവസ്ഥയാണ്, പറയാൻ മടിക്കുന്നതുമായ ഒരവസ്ഥയാണ്. പറ്റാത്തതല്ല, പുറത്ത് പറയാൻ മടിക്കുന്ന ഒരവസ്ഥയാണ് GSM അഥവാ ജെനിറ്റോ യൂറിനറി സിൻഡ്രോം ഓഫ് മെനോപോസ്. ഇതിൻ്റെ പ്രധാന ലക്ഷണം യോനിയിലും യോനിമുഖത്തും വിങ്ങൽ, വീക്കം, പുകച്ചിൽ, ചൊറിച്ചിൽ, വേദന, വരൾച്ച അനുഭവപ്പെടുക എന്നുള്ളതാണ്. യോനിയുടെ നനവ് മാറിയിട്ട് വരൾച്ച അനുഭവപ്പെടുന്നുണ്ട്. ഇത് കാരണം ഒട്ടുമിക്ക പേർക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ലൈംഗിക ബന്ധത്തിന് ശേഷം പുകച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ചിലർക്ക് മൂത്രസംബന്ധമായ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട്. മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക, മൂത്രം പിടിവിട്ട് പോവുക, ബാത്റൂമിൽ ചെല്ലുന്നതിന് മുമ്പോ അഥവാ മൂത്രം ഒഴിക്കാൻ സൗകര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ മൂത്രം പോവുക, ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ മൂത്രം പോവുക, തുടരെ മൂത്രം പോവുക, മൂത്രത്തിൽ അടിക്കടി അണുബാധ ഉണ്ടാകുക, ഇവയൊക്കെയാണ്. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ, ആർത്തവ വിരാമത്തിന് ശേഷം അണ്ഡാശയത്തിൽ നിന്നുള്ള ഈസ്ട്രജൻ്റെ അഭാവമുണ്ട്. ഈ ഈസ്ട്രജനാണ് യോനിക്കും യോനിഭിത്തിക്കും യോനിമുഖത്തിന് ചുറ്റുമുള്ള മസിലുകൾക്കും മൂത്രസഞ്ചിക്കും മൂത്രനാളിക്കുമൊക്കെ വേണ്ട ആരോഗ്യം കൊടുത്ത് അണുബാധയൊക്കെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അഥവാ അണുബാധ വരാതെ നോക്കിക്കൊണ്ടിരുന്നത്. ഇതിന് ചികിത്സ സാധ്യമാണ്. ഒരു ഡോക്ടറെ സമീപിച്ച് പരിശോധനകളൊക്കെ ചെയ്ത് എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കി അതിനനുയോജ്യമായ ഹോർമോൺ ചികിത്സ സ്വീകരിക്കാവുന്നതാണ്. ഹോർമോൺ ചികിത്സ എടുക്കാൻ പറ്റാത്തവർക്ക് അതിന് പകരമായി പല ചികിത്സാ വിധികളും ഉണ്ട്. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിന് വേണ്ട ചികിത്സ സ്വീകരിച്ച് ജീവിത നിലവാരം ഉയർത്തി ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. നന്ദി, നമസ്കാരം.